Hi friends, welcome to Shameeskitchen Kitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടും വളരെ എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു തൈരുടച്ച ക്യാരറ്റ് കറിയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ ഇത് സൈഡായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ആ ഓള് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ തൈരുടച്ച ക്യാരറ്റ് കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ക്യാരറ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റിൽ ഒരു 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇച്ചിരി കൂടി തീരെ വലിയ ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിൽ 1.5 ക്യാരറ്റ് മതിയാവും. ഇതുപോലെ എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. തീരെ പൊടിയായിട്ട് നമ്മളിത് അരിയേണ്ട ആവശ്യമില്ല. ഈ ഒരളവിൽ തന്നെ അരിഞ്ഞെടുക്കാം. ഒന്നിച്ചിട്ട് ഒരുപാട് വലിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി ഞാനിപ്പോൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മാത്രം ഇതുപോലെ ഒരല്പം മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 10-12 ചെറിയ ഉള്ളിയാണ്, അതും കൂടി ചേർക്കുകയാണ്. ചെറിയ ഉള്ളി ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ചെറിയ ഉള്ളി അങ്ങനെ പീസായിട്ട് അരിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിങ്ങനെ മുഴുവനേ അങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ക്യാരറ്റ് കറിക്ക് ഒരു പ്രത്യേക ഭംഗിയും ടേസ്റ്റൊക്കെ ഉള്ളത്. ഈ ഒരു രീതിക്ക് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്യാരറ്റും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് ഏകദേശം 1 മിനിറ്റ് മാത്രം നമ്മളൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും കേട്ടോ. നമ്മുടെ ഈ ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റെല്ലാം നന്നായിട്ട് ഇനൊന്ന് ചൂടായിട്ടുണ്ടാവും. അപ്പോൾ ഈ ചൂടായി വരുന്ന ഈ ക്യാരറ്റിലേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഈ ഒരു രീതിക്ക് ഒരു 2 പച്ചമുളക് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട്. കൂടെ പിന്നെ ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു അളവിൽ മാത്രം, അതായത് നമ്മുടെ ആ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനും ആവശ്യമായിട്ട് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം മതിയാവും. ഈ ഒരു സമയം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് ഒന്ന് തിളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ക്യാരറ്റ് നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടിക്കോളും. അടച്ച് വെക്കണം എന്നുള്ള ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് തന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ക്യാരറ്റ് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു തേങ്ങാക്കൂട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത തേങ്ങാ കഷ്ണങ്ങളാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ചിരകി വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ, അതായത് ഒരു മീഡിയം സൈസുള്ള 1 മുറി തേങ്ങയുടെ പകുതി അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതായത് 1 മുറി തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല, അതിൻ്റെ പകുതി അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിനോടൊപ്പം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടിയാണ്. കൂടെ തന്നെ ഇതുപോലെ ഒരു 7-8 അളവിൽ കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. കൂടെ തന്നെ പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടിയാണ്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി, അതായത് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അതായത് ചില മിക്സിയുടെ ജാറിൽ നമ്മളിപ്പോൾ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ തേങ്ങ ഒന്ന് സ്ലൈസ് ചെയ്തിട്ടിരിക്കുന്നതിൻ്റെ പേരിൽ അത് നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വെള്ളം ചേർക്കുന്നതിന് മുന്നേ നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം തേങ്ങ, എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ എന്നാൽ ശരി പെട്ടെന്ന് പോയി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ ക്യാരറ്റ് എല്ലാം നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം വെള്ളവും ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരത്തെ ഇത് അരച്ച് വെച്ചിരുന്നില്ലേ നമ്മുടെ തേങ്ങാക്കൂട്ട്, അതും കൂടി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ചേർക്കുകയാണ്. ഇനി നമ്മുടെ ഈ തേങ്ങാക്കൂട്ടെല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഒരുപാട് സമയമായിട്ട് നമ്മൾ കുറുക്കേണ്ട അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇതിപ്പോൾ അത്യാവശ്യം നല്ല തിളയ്ക്കുന്ന ചൂടല്ലേ, ഈ ചൂട് ചെറുതായിട്ടൊന്ന് മാറട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് തൈര് ചേർക്കാവുന്നതാണ്. ചെറുതായിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു തൈര് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
തൈരും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം പിന്നീട് നമുക്കിതിലേക്ക് ചെറുതായിട്ടൊന്ന് താളിച്ചും കൂടി ചേർക്കാനായിട്ടുണ്ട്. ആ ഒരു താളിപ്പ് നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഉടച്ച ക്യാരറ്റ് കറിയുടെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് വരുന്നത് കേട്ടോ. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് താളിച്ചും കൂടി ചേർക്കാം. താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരു 3 വറ്റൽമുളക് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. ഇനി വേണ്ടത് ഒരു 2 പിഞ്ച് അളവിൽ കായപ്പൊടിയും കൂടിയാണ്, അതും കൂടി ചേർക്കുകയാണ്. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ താളിപ്പ് കറിയിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇതെന്തുമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കറി ആയിരിക്കും എന്ന്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ഈ കറിയിലുള്ള ഈ ചെറിയുള്ളിയൊക്കെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ക്യാരറ്റിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ തൈരിൻ്റെയും മസാലയുടെയൊക്കെ ടേസ്റ്റ് എടുക്കായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.